आज हम क्रिया पढ़ेंगे. क्रिया എന്ന് പറഞ്ഞാൽ verb. किसे क्रिया कहते हैं? जिस विकारी शब्द से किसी काम का करना या होना समझा जाए उसे क्रिया कहते हैं. ഏതൊരു വികാരി ശബ്ദത്തിൽ നിന്നാണോ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നത് നമുക്ക് മനസ്സിലാകുന്നത് അതിനെ ആ രൂപത്തിനെയാണ് ക്രിയ എന്ന്, ആ ശബ്ദിനെയാണ് ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. രാം പഠിത്താഹേ എന്ന ഈ സെൻറ്റൻസിൽ പഠിത്താഹേ എന്നുള്ളത് ക്രിയയാണ്. सभी क्रियाएं मूल शब्दों से बनती हैं, उन्हें क्रिया धातु कहते हैं. എല്ലാ ക്രിയകളും മൂൽ ശബ്ദ്, അതായത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ശബ്ദിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ശബ്ദിനെയാണ് ക്രിയാധാതു എന്ന് പറയുന്നത്. ജൈസേ പഠിത്താഹേ മേം പട് ക്രിയാധാതു ഹെ. ഉദാഹരണമായിട്ട് പഠിത്താഹേ എന്നുള്ള ക്രിയയിൽ പട് എന്നുള്ളത് ക്രിയാധാതു ആണ്. क्रियाधातु के साथ ना प्रत्यय जोड़ने से क्रिया का साधारण रूप बनता है. क्रिया का साधारण रूप कैसे बनते हैं? ലിഖിന എന്നുള്ളത് ഒരു ക്രിയയുടെ സാധാരണ രൂപമാണ്. അതിൻ്റെ ക്രിയാധാതുവാണ് ലിഖ്. ഇനി ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. പഠിന എന്നുള്ളത് ക്രിയയുടെ സാധാരണ രൂപമാണ്. പഠി എന്നുള്ളത് ക്രിയാധാതു. ഖാന എന്നത് ക്രിയയുടെ സാധാരണ രൂപം. ഖ എന്നത് ക്രിയാധാതു. ജാന, ജാ, ആന, ആ, സോന, സോ, ബൈഠിന, ബൈഠ്, ചൽന, ചൽ, മാർന, മാർ, ഗിർന, ഗിർ, കർണ, കർ എന്നതൊക്കെ ക്രിയയുടെ സാധാരണ രൂപം കൊണ്ട് ക്രിയാധാതു ആക്കുന്നതാണ്. ഈ സെൻറ്റൻസിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്ന് 3 ഭാഗങ്ങൾ കാണാം. वाक्य में कर्ता, कर्म और क्रिया का महत्वपूर्ण स्थान है. कार्य करने वाले को कर्ता कहते हैं. പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് കർത്താവ് എന്ന് പറയുന്നത്. कार्य का फल जिस पर पड़ता है उसे कर्म कहते हैं. പ്രവൃത്തിയുടെ ഫലം ആരിലാണോ ഉണ്ടാകുന്നത് അതിനെ കർമ്മ എന്ന് പറയുന്നു. और कर्ता के द्वारा होने वाले कार्य को क्रिया कहते हैं. കർത്താവിനാൽ ചെയ്യുന്നതായ പ്രവൃത്തിയെയാണ് ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. രാം പുസ്തക് പഠിത്താ ഹേ. ഇസ് വാക്യ में രാം കർത്താ ഹേ, പുസ്തക് കർമ്മ ഹേ और പഠിത്താ ഹേ ക്രിയ ഹേ. അപ്പോൾ ഈ സെൻറ്റൻസിൽ രാം കർത്താവാണ്, പുസ്തക് എന്നുള്ളത് കർമ്മമാണ്, പഠിത്താ ഹേ എന്നുള്ളത് ക്രിയയുമാണ്. ഇനി അടുത്തതാണ് ക്രിയാക്കെ ഭേദ്. ക്രിയ എത്ര തരത്തിലാണെന്ന് നോക്കാം. कर्म के आधार पर क्रियाओं के 2 भेद हैं, सकर्मक क्रिया और अकर्मक क्रिया. सकर्मक क्रिया എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. सकर्मक क्रिया वह है जिसमें क्रिया का फल कर्ता पर न पड़कर कर्म पर पड़ता है. पढ़ना, लिखना, खाना, देखना, देना, सीखना आदि सकर्मक क्रियाएं हैं. പഠിന എന്ന് പറഞ്ഞാൽ പഠിക്കുക, ലിഖിന എന്ന് പറഞ്ഞാൽ എഴുതുക, ഖാന എന്ന് പറഞ്ഞാൽ തിന്നുക, ദേഖിന എന്ന് പറഞ്ഞാൽ കാണുക, ദേന എന്ന് പറഞ്ഞാൽ നൽകുക, സീഖിന എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഇതൊക്കെ സകർമ്മക ക്രിയകൾ ആണ്. ഉദാഹരണം നോക്കാം. ഛാത്രിനെ പുസ്തക് പഠി. വേറൊരു ഉദാഹരണമാണ് ലഡ്ക ഖാന ഖാത്താ ഹെ. അടുത്തൊരു ഉദാഹരണമാണ് സീതാനെ ആം ഖായ. ഇൻ വാക്യോ മേം പഠിന, ഖാന, खाना आदि क्रियाओं का फल क्रमशः पुस्तक, खाना और आम पर पड़ता है. अतः ये सकर्मक क्रियाएं हैं. ഈ സെൻറ്റൻസിൽ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൽ പഠിന, ഖാന, വേറെ ഒന്നിലും ഖാന ഇങ്ങനെയുള്ള ക്രിയകളുടെ ഫലം ക്രമത്തിൽ പുസ്തക്, ഭക്ഷണം, മാങ്ങ ഇതിൻ്റെ മേലെയൊക്കെയാണ്. അതുകൊണ്ട് ഇതൊക്കെ സകർമ്മക ക്രിയകൾ ആണ്. ഇനി എന്താണ് അകർമ്മക ക്രിയ എന്ന് നോക്കാം. अकर्मक क्रिया वह है जिसमें क्रिया का फल कर्ता पर ही पड़ता है और कोई कर्म नहीं होता. അകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രിയകളാണ്. ഏതൊരു ക്രിയയിലാണോ ഫലം, പ്രവൃത്തിയുടെ ഫലം കർത്താവിൽ ഉണ്ടാകുന്നത്, അതായത് അവിടെ ഒരു കർമ്മം ഉണ്ടാവുകയുമില്ല.
ഇങ്ങനെയുള്ള ക്രിയകളാണ് അകർമ്മക ക്രിയ എന്ന് പറയുന്നത്. ജാന, ആന, ബൈഠിന, സോന, ഉതർന, ചढ़ിന ആദി അകർമ്മക ക്രിയായം ഹെ. സെൻറ്റൻസിൽ ഉദാഹരണം നോക്കാം. രാം ആയ, രാമൻ വന്നു. ലടുക്കി രോത്തി ഹെ, ലടുക്കി കരയുകയാണ്. ബച്ച സോയ, കുട്ടി ഉറങ്ങി എന്നതൊക്കെ അകർമ്മക ക്രിയക്ക് ഉദാഹരണങ്ങളാണ്. सकर्मक क्रिया और अकर्मक क्रियाओं की पहचान कैसे होती है? അകർമ്മക ക്രിയയും സകർമ്മക ക്രിയയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. सकर्मक और अकर्मक क्रियाओं की पहचान क्रिया से क्या अथवा किसे आदि प्रश्न करने से होती है. यदि कुछ उत्तर मिले तो समझना चाहिए कि क्रिया सकर्मक है. यदि उत्तर न मिले तो क्रिया അകർമ്മക है. സകർമ്മക ക്രിയ അകർമ്മക ക്രിയ എന്ന് തിരിച്ചറിയുവാനുള്ള മാർഗമാണ് ക്രിയയോട് നമ്മൾ ചോദിക്കുക. ക്യാ എന്നോ അല്ലെങ്കിൽ കിസെ എന്നോ ചോദ്യം ചോദിക്കുക. അപ്പം ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് സകർമ്മക ക്രിയയും ഇനി ഉത്തരം കിട്ടുക ഇല്ലെങ്കിൽ അത് അകർമ്മക ക്രിയയുമാണ്. ഉദാഹരണം നമുക്ക് നോക്കാം. പഠിത്താഹേ എന്നതൊരു ക്രിയയാണ്. ഈ ക്രിയയോട് ചോദിക്കുക ക്യാ പഠിത്താഹേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ ഉത്തരം കിട്ടണം. സെൻറ്റൻസിൽ നമുക്ക് തരണമെന്നില്ല. മനസ്സിൽ ഉത്തരം കിട്ടിയാലും മതി. അപ്പോൾ ഹിന്ദി പഠിക്കുന്നു, കത്ത് വായിക്കുന്നു, അല്ലെ പുസ്തകം പഠിക്കുന്നു എന്നൊക്കെ ഉത്തരം കിട്ടുന്നതാണ്. അതുകൊണ്ട് പഠിത്താഹേ എന്നുള്ളത് സകർമ്മക ക്രിയയാണ്. इसी प्रकार आता है, जाता है जैसी क्रियाओं से क्या अथवा किसे प्रश्न पूछने पर कोई उत्तर नहीं मिलता है. ഇതുപോലെ തന്നെ ആത്താഹെ വരുന്നു, പോകുന്നു എന്നതൊക്കെ ക്രിയകളാണ്. അങ്ങനെയുള്ള ക്രിയകളോടും ക്യാ എന്നോ കിസ് എന്നോ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ അകർമ്മക ക്രിയകൾ ആണ്. ക്യാ ആത്താഹെ എന്താ വരുന്നത് എന്ന് ചോദിക്കുക. ആര് വരുന്നു എന്നാണ് ചോദിക്കുക. എന്താ വരുന്നതെന്നോ അല്ലെ ആരെ വരുന്നു എന്ന് ചോദിക്കാത്തത് കൊണ്ട് അത് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അകർമ്മക ക്രിയകൾ ആണ്. कुछ क्रियाएं सकर्मक और अकर्मक दोनों रूपों में प्रयुक्त होती हैं. കുറച്ച് ക്രിയകൾ സകർമ്മകമായിട്ടും അകർമ്മകമായിട്ടും രണ്ട് രൂപത്തിലും പ്രയോഗിക്കുന്നത് ആണ്. ഉദാഹരണം നമുക്ക് നോക്കാം. ഉദാഹരണമാണ് ഭർണ. ഭർണ എന്ന് പറഞ്ഞ അർത്ഥമാണ് നിറയുക എന്നും നിറക്കുക എന്നും അർത്ഥമുണ്ട്. അതുപോലെ ഘബരാന എന്ന് പറഞ്ഞാൽ സ്വയം പരിഭ്രമിക്കുകയും മറ്റൊരാളെ പരിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നതിനും ഘബരാന എന്ന് തന്നെ പറയും. വേറൊരു ഉദാഹരണമാണ് ലജാന. ലജാന എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക, ലജ്ജിപ്പിക്കുക. ഇതൊക്കെയാണ് രണ്ട് രൂപങ്ങളിലും പ്രയോഗിക്കുന്ന കുറച്ച് ക്രിയകൾ. ഇനി അടുത്ത് പഠിക്കാനുള്ളതാണ് പ്രേരണാർത്ഥക ക്രിയ. क्रिया के जिस रूप से ये मालूम होता है कि कर्ता स्वयं कार्य न करके किसी दूसरे को करने की प्रेरणा देता है उसे പ്രേരണാർത്ഥക ക്രിയ कहते हैं. എന്തിനെ പ്രേരണാർത്ഥക ക്രിയ എന്ന് പറയുന്നു? വാക്യത്തിൽ സെൻറ്റൻസിൽ കർത്താവ് സ്വയം പ്രവൃത്തി ചെയ്യാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യുവാനുള്ള പ്രേരണ നൽകുന്നു. അങ്ങനെയുള്ള ക്രിയകളെയാണ്, ക്രിയയുടെ രൂപത്തിനെയാണ് പ്രേരണാർത്ഥക ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. हमने डाक से सारे पत्र भिजवा दिए. ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലൂടെ എല്ലാ മുഴുവൻ കത്തും അയപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്വയം അയക്കുകയല്ല, മറ്റൊരാളെ കൊണ്ട് അയപ്പിക്കുകയാണ്. അപ്പോൾ അയപ്പിക്കുക എന്നതാണ്, അയക്കുവാനുള്ള പ്രേരണ നൽകുക എന്നതാണ് ഇവിടെ ഭിജുവാന എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പ്രേരണാർത്ഥക ക്രിയയാണ്. सकर्मक और अकर्मक क्रियाएं दोनों പ്രേരണാർത്ഥക ക്രിയാएं बन सकती हैं. സകർമ്മക ക്രിയകളും അകർമ്മക ക്രിയകളും പ്രേരണാർത്ഥക ക്രിയ ആകുന്നത് ആണ്. अकर्मक क्रियाएं पहले सकर्मक क्रिया बनती हैं और फिर പ്രേരണാർത്ഥക ക്രിയ बनती हैं. ആദ്യം അകർമ്മക ക്രിയകൾ സകർമ്മക ക്രിയ ആകുന്നു, പിന്നീട് പ്രേരണാർത്ഥക ക്രിയ ആകുന്നു. ഇങ്ങനെ 3 രൂപങ്ങൾ കാണും. ഇനി സകർമ്മക ക്രിയ ആണെങ്കിലോ सकर्मक क्रियाएं पहले द्विकर्मक क्रियाएं बनती हैं और फिर प्रेरणार्थक क्रिया बनती है. सकर्मक क्रिया ആണെങ്കിൽ
ആദ്യം ദ്വികർമ്മക ക്രിയയായിട്ട് മാറുന്നു. ദ്വികർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ അതിൽ 2 കർമ്മങ്ങൾ കാണും. അങ്ങനെ ദ്വികർമ്മക ക്രിയ ആകുന്നു. പിന്നീട് അതിനെ മൂന്നാമത്തെ രൂപമാണ് പ്രേരണാർത്ഥക ക്രിയ. എന്നിങ്ങനെ 3 രൂപങ്ങൾ കാണുന്നു. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. മേ പാനി പീതാഹും. ഇസ്മേ കേവൽ ഏക് ഹി കർമ്മ ഹേ. ഇതിൽ മേ പാനി പീതാഹും എന്ന് പറഞ്ഞ ഈ സെൻറ്റൻസിൽ ഒരേ ഒരു കർമ്മം മാത്രമാണുള്ളത്, പാനി. ഇനി രണ്ടാമത് വേറൊരു സെൻറ്റൻസ് നോക്കാം. മേ രാം കോ പാനി പിലാത്താഹും എന്ന് പറയുമ്പോഴോ ഇത് 2 കർമ്മങ്ങളുള്ള ക്രിയയാണ്. മേം രാം കോ പാനി പിലാത്താഹും, ഞാൻ രാമനെ വെള്ളം കുടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ സകർമ്മക ക്രിയേനെ രണ്ടാമത് പ്രേരണാർത്ഥക ക്രിയ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി അകർമ്മക ക്രിയ തന്നു കഴിഞ്ഞാൽ അതിനെ സകർമ്മക ക്രിയയിലേക്ക് മാറ്റുകയും അതിനെ പിന്നീട് പ്രേരണാർത്ഥക ക്രിയയിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. ഇനി ഒരു വാക്ക് പറയാം, ഒരു ക്രിയാരൂപം പറയാം. ജഗിന. ജഗിന എന്നുള്ളത് ഉണരുക, സ്വയം ഉണരുക എന്നതാണ്. അതൊരു അകർമ്മക ക്രിയയാണ്. ഇനി അതിനെ സകർമ്മക ക്രിയയിലോട്ട് മാറ്റിയാലോ, ജഗാന എന്ന് പറഞ്ഞാൽ ഉണർത്തുക, അത് സകർമ്മക ക്രിയയായിട്ട് മാറുന്നു. ഇനി മൂന്നാമത്തെ രൂപമാണ് പ്രേരണാർത്ഥക ക്രിയ. ജഗുവാന എന്ന് പറഞ്ഞാൽ ഉണർത്തിപ്പിക്കുക എന്നർത്ഥം കിട്ടുന്നു. അപ്പം ജഗിന, ജഗാന, ജഗുവാന എന്നിങ്ങനെ 3 രൂപങ്ങൾ കിട്ടി. ആദ്യത്തെ അകർമ്മക ക്രിയയാണ്, രണ്ടാമത്തെ സകർമ്മക ക്രിയയാണ്, മൂന്നാമത്തെ പ്രേരണാർത്ഥക ക്രിയയാണ്. അപ്പം ഇങ്ങനെ 3 രൂപങ്ങൾ കിട്ടുന്നു. വേറൊരു വാക്ക് നോക്കാം, വേറൊരു ക്രിയാരൂപം നോക്കാം. രോന, രുലാന, രുൽവാന. ലേട്ടിന, ലിട്ടാന, ലിട്ടുവാന. ലേട്ടിന എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നാണ്. കിടക്കുക, കിടത്തിക്കുക, കിടത്തിപ്പിക്കുക എന്നിങ്ങനെ 3 രൂപങ്ങൾ കിട്ടുന്നു. കട്ടിന എന്നുള്ള അകർമ്മക ക്രിയയാണ്, സ്വയം മുറിയുകയാണ്, മുറിയുക. ലിട്ടാൻ, കാട്ടിന എന്ന് പറഞ്ഞാൽ മുറിക്കുക. കട്ടുവാന എന്ന് പറഞ്ഞാൽ മുറിപ്പിക്കുക. അതുപോലെ ദേഖിന എന്ന് പറഞ്ഞാൽ സ്വയം കാണുക. ദിഖാന എന്ന് പറഞ്ഞാൽ കാണിക്കുക. ദിഖ്വാന എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കാണിപ്പിക്കുക, മറ്റൊരാളെ കൊണ്ട് അത് കാണിച്ചു കൊടുക്കുക, മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ചമക്കിന എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയയാണ്. ചമക്കിന തിളങ്ങുക. ചമക്കാന എന്ന് പറഞ്ഞാൽ തിളക്കം ഉണ്ടാക്കുക, അത് സകർമ്മക ക്രിയയാണ്. ഇനി പ്രേരണാർത്ഥക ക്രിയയാണ് ചമക്കുവാന. അപ്പോൾ ജഗവാന, രുൽവാന, ലിട്ടുവാന, കട്ടുവാന, ദിഖ്വാന, ചമക്കുവാന എന്നതൊക്കെയാണ് പ്രേരണാർത്ഥക ക്രിയകൾ. ഇനി അടുത്ത വേറെ ഒന്നാണ് സംയുക്ത ക്രിയ, കോമ്പൗണ്ട് വേർബ് എന്നാണ് പറയുന്നത്. जो क्रिया 2 या 2 से अधिक धातुओं के मेल से बनती है उसे संयुक्त क्रिया कहते हैं. ഏതൊരു ക്രിയയാണോ 2 അതിലധികമോ ക്രിയാധാതുക്കളുടെ യോഗ കൊണ്ട്, മേൽ കൊണ്ട്, കൂടിച്ചേരൽ കൊണ്ട് ഉണ്ടാകുന്നത് അതിനെ സംയുക്ത ക്രിയ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ 2 ക്രിയകൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഉദാഹരണം നോക്കാം. ബച്ച വിദ്യാലയസെ ലൗട്ട് ആയ. ലൗട്ടിന എന്ന് പറഞ്ഞാൽ മടങ്ങുക, ആന എന്ന് പറഞ്ഞാൽ വരുക. ലൗട്ട് ആന എന്നത് 2 ചേർന്നിട്ട് ഒരു സംയുക്ത ക്രിയയായിട്ട് മാറി മടങ്ങി വരിക എന്നാണ് അർത്ഥം. കുട്ടി സ്കൂളിൽ നിന്നും മടങ്ങി വന്നു. വേറൊരു ഉദാഹരണം നോക്കാം. ലഡ്കി നാച്ചിനെ ലഗി. ലഘു എന്നത് തുടക്കത്തെ സൂചിപ്പിക്കുകയാണ്, തുടങ്ങുക, ആരംഭിക്കുക. നാച്ചിന എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യുക. ലഡ്കി നാച്ചിനെ ലഗി എന്ന് പറഞ്ഞാലോ പെൺകുട്ടി നൃത്തം ചെയ്യുവാൻ തുടങ്ങി എന്നർത്ഥം കിട്ടുന്നു. ലഡ്കി നാച്ചിനെ ലഗി എന്നതിൽ നാച്ചിനെ ലഗി എന്നത് സംയുക്ത ക്രിയയാണ്. ലഡ്കെ ഖേൽന ചാഹത്തെ ഹെം. ഈ സെൻറ്റൻസിലാണെങ്കിലോ ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക, ചാഹിന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. 2 ചേർന്നിട്ട് ഖേൽന ചാഹത്തെ ഹെം എന്ന് പറഞ്ഞാൽ കളിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലഡ്കെ ഖേൽന ചാഹത്തെ ഹെം എന്ന് പറയുമ്പോൾ ബോയ്സ് കളിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അർത്ഥം കിട്ടുന്നു. അപ്പോൾ ഇവിടെ സംയുക്ത ക്രിയാമേം ഏക് സേ അധിക ക്രിയായേം ഹേ. സംയുക്ത ക്രിയയിൽ 1-ലധികം ക്രിയകൾ ഉണ്ടാകും. ലൗട്ട് ആയ. ലൗട്ട് എന്നത് ഒരു ക്രിയയാണ്, ആയ എന്നത് വേറെ ഒരു ക്രിയയാണ്. ദോനോ ക്രിയായെ മിൽക്കർ ഏക് ഹി കാര്യ പൂർണ്ണ കർ രഹി ഹേ. 2 ക്രിയകളും ചേർന്നിട്ട് ഒരു ക്രിയയാണ്, ഒരു കാര്യമാണ്, ഒരു പ്രവൃത്തിയാണ് പൂർണ്ണമാക്കുന്നത്. ഇതാണ് സംയുക്ത ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഹായക ക്രിയ അടുത്ത വീഡിയോയിൽ ചെയ്യാം.